വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. പുണ്യനബി പഠിപ്പിക്കുകയാണ്, സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലോ. ആ മാംസപിണ്ഡമെങ്ങാനും നന്നായി കഴിഞ്ഞാൽ, അല്ലേ, ആ മാംസപിണ്ഡമെങ്ങാനും നന്നായി കഴിഞ്ഞാൽ സ്വലഹൽ ജസദു കുല്ലോ, എല്ലാം നന്നാവുകയാണ്. ആ ശരീരം മുഴുവനും നന്നാവുകയാണ്. ആ മനസ്സിന് സമാധാനം ലഭ്യമാവുകയാണ്, സന്തോഷമുണ്ടാവുകയാണ്. എന്നാൽ വൈദാ ഫസദത് ഫസദൽ ജസദോ കുല്ലുഹു. അതെങ്ങാനും മോശമായാൽ, അതെങ്ങാനും ബടക്കായാൽ, വൃത്തിഹീനമായാൽ ശരീരം മുഴുവനും മോശമാവുകയാണ്. സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ടല്ലോ, പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, അലാ വഹിയൽ ഖൽബ്. അത് ഹൃദയമാണ് സ്വഹാബ, ഹൃദയമാണ് സ്വഹാബ, ഹൃദയമാണ്, ഹൃദയമാണ്, ഹൃദയമാണ്. ഹൃദയം നന്നായാൽ, മനസ്സ് നന്നായാൽ, വൃത്തികേട് മാറ്റിയാൽ, കിബറും ഹസദും റിയാഉം ഉജുബും കിബറുകളൊക്കെ മാറ്റിയാൽ, അഹങ്കാരം മാറ്റിയാൽ, വൃത്തികെട്ട സ്വഭാവങ്ങൾ അങ്ങ് മാറ്റിവെച്ചാ എൻ്റെ പ്രിയപ്പെട്ടവരെ സമാധാനമാണ്, സമാധാനമാണ്. നാം എവിടെയും പോവേണ്ടതില്ല, എവിടെയും പോവേണ്ടതില്ല. മാറ്റേണ്ടത് ഇവിടെയാണ്, 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 ഇവിടെയാണ്. പുണ്യനബി അങ്ങനെയാ പഠിപ്പിച്ചത്. ഹൃദയം മാറ്റാനാണ്. ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയയല്ല, അങ്ങനല്ല. ഹൃദയത്തിന്റെ ഈ രോഗം ആത്മീയ രോഗല്ലേ, അതൊന്ന് ചികിത്സിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? ദിക്ർ ചൊല്ലണേ, സ്വലാത്ത് ചൊല്ലണേ, ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് പറയലല്ല. വെറുതെ അങ്ങനെ മനസ്സറിഞ്ഞിട്ട് റബ്ബേ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, നീ പൊറുക്കണേ റബ്ബേ, മാപ്പാക്കണേ അല്ലാഹ്. റബ്ബ് പൊറുക്കുന്ന ഉറപ്പാ. ആ മനസ്സിന്റെ അലിവും ആ പ്രത്യേകമായ താല്പര്യവും പടച്ചറപ്പ് കണ്ടാൽ തീർച്ചയായും പടച്ചറപ്പ് എല്ലാം നമുക്ക് പൊരുത്തപ്പെട്ട് തരുന്നതിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ വീട്ടിൽ നമ്മളെ ഉമ്മണ്ട്, വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലെ ഏറ്റവും പ്രധാനി ഉമ്മയാണ്. ഉമ്മയോട് സ്നേഹമുണ്ടോ നമുക്ക്? ഒരു സഹാബി നബിയുടെ ചാരത്ത് വന്നല്ലോ, എന്നിട്ട് നബിയുടെ മുമ്പിൽ വെച്ച് അങ്ങ് കരഞ്ഞു. ചോദിച്ചു, നബി എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ എന്റെ ഭാര്യക്ക് സുഖമില്ല നബിയേ, വല്ലാത്ത അസ്വസ്ഥതയാണ്, ഭയങ്കര അസ്വസ്ഥതയാണ് നബിയേ, ഒന്നിനും കഴിയുന്നില്ല, ഉറങ്ങുന്നില്ല, നല്ലതുപോലെ കിടക്കുന്നില്ല, ഗർഭിണിയാണ്, വയറുവേദനയുണ്ട്, ഉരവേദനയുണ്ട്, കാലുവേദനയുണ്ട്, തലവേദനയുണ്ട്, നല്ലതുപോലെ ഉറങ്ങുന്നത് ഞാൻ കാണുന്നില്ല നബിയേ. അങ്ങനെ ഗർഭിണിയായ ഒരു പെണ്ണിന്റെ ഒരു ഭർത്താവ് പുണ്യനബിയുടെ സ്വഹാബിയ ചെന്ന് കരയുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, നബിയേ ഉറങ്ങുന്നില്ല, അത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്തൊരു വേദനയാ, പക്ഷേ അതിനേക്കാൾ വേദന അതിനേക്കാൾ വേദന ഞാൻ എൻ്റെ ഉമ്മയെ ഓർക്കുകയാണ്. എൻ്റെ ഉമ്മ 10 പ്രസവിച്ചു നബിയേ, എൻ്റെ ഭാര്യ 1ാമത്തെ ഗർഭിണിയാണ്, ആദ്യമായി ഗർഭം ധരിക്കുകയാണ്. എൻ്റെ ഉമ്മ 10 പ്രസവിച്ചിട്ടുണ്ട്. എത്ര വേദനയാ യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മ സഹിച്ചത് നബിയേ.
കരഞ്ഞുകൊണ്ട് വേവലാതിപ്പെട്ടുകൊണ്ട് പുണ്യനബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാ, എത്ര വേദനയാ, എത്ര രാത്രികളാ, എത്ര രാത്രികളാണ് എൻ്റെ ഉമ്മ ഉറങ്ങാതിരുന്നത്. കരഞ്ഞുകൊണ്ട് പറയാ, ഞാൻ എൻ്റെ ഉമ്മാക്ക് ഒന്നും ചെയ്തിട്ടില്ല നബിയേ, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല നബിയേ. മുത്തുനബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയാണ്, നമ്മളെ ഉമ്മ എത്ര വേദന സഹിച്ചു എൻ്റെ പ്രിയപ്പെട്ടവർ. ഗർഭം ചുമന്നത്, ആ ഗർഭം ധരിച്ചത് മുതൽ പ്രയാസങ്ങളല്ലേ അല്ലേ? 9 മാസമാകാൻ എത്ര പ്രയാസമാണ് സഹിച്ചിട്ടുണ്ടാവുക. പ്രസവിക്കുന്ന സമയത്ത് എത്ര